മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പം താങ്ക്സ് ടു ഓൾ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ രാവിലെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി എണ്ണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് നല്ല സ്നോഫാളുണ്ട്. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല സ്നോഫാളാണ്. രാവിലെ ഞങ്ങൾ കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആ സ്നോ ആണ് ഇവിടെ ഫുള്ളും. അപ്പോൾ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. കണ്ടോ, എൻ്റെ ദേഹത്തും ജാക്കറ്റും എല്ലാം ഒന്ന് വീഴുന്നുണ്ട്. ഇവിടെ മരത്തിലൊക്കെ ഉണ്ട്. ശരിയാണ്, നല്ല തണുപ്പാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോനെ ഇട്ടപ്പോൾ പറഞ്ഞ് ചെറുതായിട്ട് സ്നോഫാൾ ഉണ്ടായിരുന്നെന്ന്. അത് ഉച്ചയൊക്കെ ആയപ്പോൾ നിന്ന് അധികം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല കണക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. ഫസ്റ്റ് അവർ നമുക്ക് അനാട്ടമി ആയിരുന്നു. അങ്ങനെ ക്ലാസ്സിലൊക്കെ കയറി. അപ്പോൾ നമ്മൾ വിൻഡോ വഴി നോക്കുമ്പോഴും പുറത്ത് നല്ല സ്നോഫാളുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കിയപ്പോഴാണ് ഒരാൾ ജാക്കറ്റൊന്നും ഇല്ലാതെ നിന്ന് സ്നോയിൽ കളിക്കുകയായിരുന്നു. നല്ല രസമാണ് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സ്നോ ഇങ്ങനെ കിടന്ന് അത് പുറത്തോട്ട് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ. പിന്നെ നമുക്ക് ബയോ കെമിസ്ട്രി ഉണ്ടായിരുന്നു. അതിന് കോളേജൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സ്നോഫാൾ അത്യാവശ്യം നിന്നിട്ടുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. സ്നോ ഇങ്ങനെ എല്ലായിടും ഇങ്ങനെ കിടക്കുവാണ്. നമ്മൾ ബസ്സൊക്കെ കാത്തു നിൽക്കുകയാണ്. അതിന് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് സ്നോയിലൊക്കെ കളിച്ചിട്ടൊക്കെ പോകാമെന്ന്. അങ്ങനെ കുറച്ച് സ്നോയിലൊക്കെ നമ്മൾ കളിച്ചു. അപ്പോൾ നമ്മൾ സ്നോ വന്നിട്ടുണ്ട്. തണുക്കുകയാണ് ഗായ്സ് സ്നോ. അപ്പം നല്ല കണക്കുന്ന സ്നോയിലെല്ലാം കളിച്ച് ഗ്ലൗസ് ഒന്നും ഇടാനാണ് ഞാൻ നിന്നങ്ങ് കളിച്ചത്. അതേ കണക്കിന് കൈയെല്ലാം നല്ല മരവിച്ച് ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ഓടി ചെന്ന് ഹീറ്ററിലാണ് കൈ വെച്ചത്. പിന്നെ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയ എൻ്റെ സന്തോഷത്തിൽ ഞാനൊരു എഗ് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു നൈറ്റ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കാണാം. ബൈ ബൈ.